ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുമ്പോഴും അടുത്ത ഭരണം കിട്ടാനായിട്ട് വലിയ വലിയ വാഗ്ദാനങ്ങളായിരുന്നു പിണറായി സർക്കാർ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത്. ആ ബജറ്റിനെ പറ്റിയിട്ട് നമുക്ക് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാം. അന്യായ ബജറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അടുത്ത ഭരണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവായിട്ടാണ് തോന്നിയത്. കാരണം നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഖജനാവിലെ കാലിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. 6,50,000 ഉറുപ്പ്യോളം കടത്തിൽ നിൽക്കുന്ന സർക്കാർ. അത് വീട്ടുന്നതിനെ പറ്റി യാതൊന്നും പറയാനില്ല. മറിച്ച് ഇല്ലാത്ത ഫണ്ട് കാണിച്ചിട്ട് അവർക്ക് കൊടുക്കണം ഇവർക്ക് കൊടുക്കണം, എല്ലാവർക്കും പ്രഷർ ഗ്രൂപ്പിനൊക്കെ വീതിച്ചു കൊടുക്കണതാണ്. അത് ജനങ്ങളുടെ ന്യായമായിട്ട് നിൽക്കുന്ന ജനങ്ങളുടെ നികുതി പണമാണ്. അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതിന് പകരം വെറും രാഷ്ട്രീയപരമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ, പ്രഷർ ഗ്രൂപ്പുകൾ ആരൊക്കെയാണോ അവർക്കൊക്കെ വീതിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ പേര് ബജറ്റ് എന്ന് പറയാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കഴിഞ്ഞ തവണ പിണറായി സർക്കാർ ബജറ്റ് പ്രഖ്യാപനം നടത്തി എന്തെങ്കിലും പാലിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ? കഴിഞ്ഞ തവണ ബജറ്റ് പ്രഖ്യാപിച്ചിട്ടും അതിൻ്റെ ഒരു ബാക്കി പത്രം നമ്മളെ ഒരു വൈറ്റ് പേപ്പറോ അങ്ങനെയൊന്നും നമ്മളെ കാണിക്കണില്ലല്ലോ. എന്ത് ചോദ്യം നിയമസഭയിൽ ചോദിച്ചാൽ തന്നെ ഒഴിഞ്ഞു മാറിയിട്ടുള്ള ഉത്തരങ്ങളാണ് പറയണത്. യഥാർത്ഥത്തിലുള്ള വിവരം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഇവർ തന്നെ പബ്ലിഷ് ചെയ്യേണ്ടതാണ്. അതിനുള്ള യാതൊരു നടപടിക്രമവും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഈ ബജറ്റ് വെറുതെ ഒരു ഗിമിക്സ് ആണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്ത് തോന്നിയേട്ടന് ബജറ്റ് കണ്ടിട്ട്? വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. അതെല്ലാം പാലിക്കപ്പെടും തോന്നുന്നുണ്ടോ? അതെല്ലാം പാലിക്കപ്പെടില്ല. അതൊക്കെ ക്ഷേമ പെൻഷനൊന്നും കൂട്ടിയിട്ടില്ലല്ലോ. പിന്നെ വെറുതെ ആദ്യം ക്ഷേമ പെൻഷൻ ഭയങ്കരമായിട്ട് കൂട്ടുമെന്നൊക്കെയല്ലേ പറഞ്ഞേ. അപ്പോൾ അതൊന്നും നടപ്പാക്കിയിട്ടില്ല. അതായത് ആദ്യ പിണറായി സർക്കാരിന് ഭരണം കിട്ടാൻ കാരണം ബഡ്ജറ്റിൽ ഒന്നും നടക്കാൻ പോണ കേസല്ല. വോട്ടിൻ്റെ ഇതിനു വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ CPM പറയുന്നത് ഇത്രയും സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുമ്പോഴും വലിയ വലിയ വാഗ്ദാനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം നടത്തുമെന്ന് പറയുന്നുണ്ട്. ചേട്ടന് തോന്നുന്നുണ്ടോ? ഒന്നും നടക്കില്ല. ഒന്നും നടക്കില്ല. ഒരു 50% നടന്നെങ്കിൽ ബാക്കി അത്രേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു ഇപ്പൊ എന്തായാലും കഴിയാൻ പോവാണ്. അപ്പൊ അടുത്ത ഭരണം കിട്ടാനുള്ള ഒരു ബഡ്ജറ്റായിട്ട് തോന്നുന്നുണ്ടോ? അതൊന്നും കിട്ടില്ല. അതൊക്കെ UDF തന്നെ കിട്ടുള്ളൂ. പെൻഷൻ കൂട്ടുമെന്ന് സർക്കാർ പറയുന്നുണ്ട്. പെൻഷൻ അവർ ഇനി ഇത്രയും പെൻഷൻ കൊടുക്കാനിരിക്കുന്ന സമയത്ത് അവർ കൂട്ടിയത് അവർക്ക് കൂട്ടിയോണ്ട് 10% അവർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ കൂട്ടിയോണ്ടൊന്നും ഇതൊന്നും ആവണില്ല. അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അതൊക്കെ ഒരുപാട് പഠിക്കാണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളല്ല ഇപ്പോൾ കേരളത്തിൻ്റെ. കാരണം നമ്മൾ ഉപഭോക്താവായി മാറി. നമ്മൾ ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇപ്പം ഈ ടീഷർട്ട് അടക്കം ഞാൻ കണ്ട ഇപ്പോൾ 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് ഞാനിവിടെ 100 രൂപയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. 10 രൂപയ്ക്ക് അവിടെ കിട്ടുന്നത് അവർ കളയുന്ന സാധനമാണ് നമ്മൾ 20 രൂപയ്ക്കും 30 രൂപയ്ക്ക് പോയി വാങ്ങിയിട്ട് കൊടുത്തിട്ട് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ബിസിനസ് ഡൗൺ. അപ്പോൾ വലിയ ബിസിനസ്സുകാരെ കാര്യം ഒന്ന് ആലോചിച്ച് ഇന്ന് തുന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ 150, 300. ഒരു ഷർട്ട് തുന്നണമെങ്കിൽ 350 വേണം. അപ്പോൾ നമ്മൾ ടീഷർട്ട് വെറും 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കേരളം വെരി പ്രോബ്ലം. ഇപ്പം എൻ്റെ 3 മക്കളും കേരളം വിട്ടുപോയി. അതാണ് കാലഘട്ടം. പെൻഷനൊക്കെ കൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. കൂട്ടുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഒന്നും തീർത്ത് നമുക്കൊന്നും പറയാൻ പറ്റുമല്ലോ. പിന്നെ ഭരണം എങ്ങനെയാണ് എന്നൊന്നും അറിയാനൊക്കെ ഇല്ല. ഇവരുടെ കൈവശമാണെങ്കിൽ കൂട്ടുമായിരിക്കും, ഇല്ല മറ്റുള്ളതാണെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കേരള ബജറ്റിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. എന്നാലും വളരെ പരിതാപകരമായിട്ടാണ് തോന്നുന്നത്. എല്ലാ കൊല്ലം ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ പറച്ചിലുള്ളതാണ്. എല്ലാ കൊല്ലം 5 കൊല്ലം എത്തുമ്പോൾ അവർ അടുത്ത ഇലക്ഷൻ കയറാൻ വേണ്ടി അവർ പറയും, അവതരിപ്പിക്കും. അത് പറച്ചിലും മാത്രമേ ഉള്ളൂ. അത് ചെയ്യാനില്ല. ഇന്നവരെ ഒരാൾക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. അതുപോലെ പാവങ്ങൾക്ക് ഇപ്പോഴും പെൻഷൻ കൊടുത്തിട്ടില്ല. 2,500 പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ കൊടുത്തിട്ടില്ല. പറഞ്ഞിട്ടുള്ളൂ. ഇത് പറച്ചിലല്ലാണ്ട് ഇന്ന് കൊടുക്കും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അത് ഓരോരുത്തർ ചോദിക്കും. അഭിപ്രായന്മാർ 2,500 പെൻഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കിട്ടിയില്ല ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. അല്ല, കൊടുക്കും എന്ന് ഞങ്ങളെ കൊണ്ട് പറ്റും എന്നാണ് CPM അവകാശപ്പെടുന്നത്. കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നേരം അങ്ങനെ കൊടുത്തിട്ടില്ല. ആ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നടക്കും എന്ന് തോന്നുന്നുണ്ടോ ചേട്ടനെ? അത് നടക്കുമെന്ന് പറഞ്ഞിട്ട് അത് ഈ ഇലക്ഷന് അടുത്ത വോട്ടിന് ജയിച്ച് അവർ ഭരണത്തിൽ ഇതാണ്. വീണ്ടും ഇവരൊന്ന് കയറി കഴിഞ്ഞാൽ ഇവർ പറയണമില്ല. പറഞ്ഞ് ജനങ്ങളെ ബോധിപ്പിച്ച് എടുക്കണം. അല്ലാതെ കയറില്ലത് ജനങ്ങളെ തീരുമാനിക്കണം. ആര് കയറണം ആര് ഭരിക്കണം ജനങ്ങളെ തീരുമാനിക്കണം. നമ്മളല്ലല്ലോ. ഞങ്ങളെ കൂടെ തീരുമാനിക്കണം അവരാണ്. അപ്പോൾ ജനങ്ങൾ പറഞ്ഞാൽ അടുത്ത കൊല്ലം 5 കൊല്ലം ഇവരെ തന്നെ കയറണമെന്ന്
ജനങ്ങൾ തീരുമാനിക്കണം. ഇപ്പോൾ അടുത്ത പ്രതിപക്ഷം കയറണമെന്നാണ് എല്ലാവരുടെ തീരുമാനത്തിൽ നിൽക്കുന്നത്. അതിപ്പോൾ ഇത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആരെയും ആൾക്കാരുടെ മനസ്സ് നമുക്ക് നോക്കി പറയാൻ പറ്റില്ലല്ലോ. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റായിരുന്നു കഴിഞ്ഞ ദിവസം. ഒരു വലിയ വലിയ വാഗ്ദാനങ്ങളും പ്രത്യേകിച്ച് പെൻഷനാണ് അവർ 2000 രൂപ ആക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ പെൻഷൻ കഴിഞ്ഞ തവണത്തെ ഒരുപാട് മുടങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇനി ഇവർ ഇത്രയും കൂട്ടുമ്പോൾ അത് ഇനി കൊടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സാധിക്കും തോന്നുന്നു വെച്ചാൽ അത് പ്രോപ്പറായിട്ട് കളക്ഷൻ നടക്കുകയാണെങ്കിൽ സാധിക്കും. കാരണം ഇപ്പം ഒരുപാട് ടാക്സ് പിരിക്കുന്നുണ്ടല്ലോ, ലാൻഡ് ടാക്സും ബിൽഡിംഗ് ടാക്സും അങ്ങനെയൊക്കെ. ഇപ്പോൾ ഈ കളക്ഷൻ ചെയ്യുന്ന റവന്യൂ ടാക്സസ് ഒക്കെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും കുഴപ്പമില്ല. നമ്മൾ പല രീതിയിലും ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ രീതിയിൽ കുറേ എമൗണ്ട് അങ്ങനെ കുറേ വേസ്റ്റായി പോകുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റിങ്ങും ഇതൊക്കെ നടക്കുകയാണെങ്കിൽ ഈ പറയുന്ന പെൻഷൻസൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓൾറെഡി നമ്മുടെ ട്രഷറി ഡെഫിസിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതൊരു പ്രോപ്പർ ഓഡിറ്റിങ്ങും അതുപോലെ ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതും കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ, കാരണം നമ്മുടെ ഇവിടെ ഓൾഡ് പോപ്പുലേഷൻസ് കൂടുതലാണ് ഇവരാണ്, കുറേ യങ്സ്റ്റേഴ്സ് പുറത്തേക്ക് പോകുന്നുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഓൾഡ് പോപ്പുലേഷൻസിന് സേവ് ചെയ്യുന്ന രീതിയിൽ ഈ പെൻഷൻസ് വളരെ ബെനിഫിറ്റ് ആയിരിക്കും അവർക്ക് പ്രത്യേകിച്ച്. കാരണം ലോൺലി ആയിട്ടുള്ള ഒരുപാട് ഓൾഡ് പോപ്പുലേഷൻസ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൗണ്ട് കൂടി വരുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് പെൻഷൻസ് കൊടുക്കുക അതൊരു ബെനിഫിറ്റാണ്. അതേസമയം ബെനിഫിറ്റ് ആയിട്ടുള്ള സ്കീംസും കൊണ്ടുവരുന്നത് നന്നായിരിക്കും. സോ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ റോഡ് ടാറിട്ടതിന് ശേഷം പൈപ്പിന് വേണ്ടിയിട്ട് പൊളിക്കുന്നത് അങ്ങനെ അതും നമ്മുടെ ഫണ്ട് തന്നെയല്ലേ, പബ്ലിക് ഫണ്ടാണല്ലോ. അപ്പോൾ ഈ പറയുന്ന പബ്ലിക് ഫണ്ടൊക്കെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ടല്ലേ നമുക്ക് വൺ സൈഡ് ഇങ്ങനെ കവർ ചെയ്ത് പോകാൻ പറ്റാത്തത്. അത് ചെയ്താൽ ചെയ്യാൻ പറ്റും. പെൻഷൻ കൂട്ടി നൽകും എന്ന് പറയുന്നുണ്ട്, 2000 രൂപയാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെൻഷൻ പലയിടത്തും മുടങ്ങി ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പെൻഷൻ കൂട്ടുന്നത് അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ചേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? അത് രണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന് വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി പ്രതീക്ഷിക്കാം, അല്ലാണ്ടും പ്രതീക്ഷിക്കാം നമുക്ക്. ബഡ്ജറ്റ് കണ്ടായിരുന്നോ കേരളത്തിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചേ? അപ്പോൾ ചേട്ടൻ എന്താ തോന്നിയത്? ഇത് വോട്ടിന് വേണ്ടിയുള്ള ബഡ്ജറ്റാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പെൻഷനൊക്കെ കൂട്ടി നൽകുന്നു, വിദ്യാർത്ഥികൾക്ക് ഭയങ്കര എന്താ പറയാ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്നു പറയുന്നു. ആണ്, പക്ഷേ അത് നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. എന്തൊക്കെ വന്നാലും നടത്തുമെന്ന് തന്നെയാണ് CPM പറയുന്നത്. എത്ര സാമ്പത്തിക ഞെരുക്കത്തിൽ ഞങ്ങളെ മുക്കിയാലും ഞങ്ങൾ നടത്തിയെടുക്കും എന്ന് പറയുന്നുണ്ട്. അവരുടെ കോൺഫിഡൻസ് അത് അഹങ്കാരമായിട്ട് തോന്നുന്നുണ്ടോ? കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഇത് നടത്താൻ പറ്റും എന്ന് ആണോ ചേട്ടൻ പറയാൻ, നടത്തില്ല എന്നാണോ പറയുന്നത്? പറ്റില്ല, 100% നടത്താൻ പറ്റില്ല. നടത്താൻ പറ്റില്ല. ഇത് സാമ്പത്തിക ബജറ്റ് അല്ല, ഇത് വെറും വോട്ട് ബജറ്റ് മാത്രമാണെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം.